നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ഫ്രാൻസിൻ്റെ പൊളിച്ചടുക്കിയ തുടക്കം 1-3 ഗോളുകൾക്കാണ് അവർ സെനഗലിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രാൻസിന് വേണ്ടി അവരുടെ നായകൻ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകൾ നേടി. ഒപ്പം ബർക്കോളയുടെ വക ഒരു ഗോള്, മറുഭാഗത്ത് എംബായയാണ് സെനഗലിനായിട്ട് അവസാന ഘട്ടത്തിൽ ഒരു ആശ്വാസ ഗോൾ നേടിയത്. രാജകീയം ഫ്രാൻസ് കിടിലൻ തുടക്കം. ഇങ്ങനെ പറയുമ്പോഴും ആദ്യ പകുതിയിൽ ഫ്രാൻസിനേക്കാൾ മികച്ച പ്രകടനം സെനഗലായിരുന്നു. സെനഗലിന് ലീഡെടുക്കാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു. ജാക്സന്റെ ഷോട്ട് പോസ്റ്റിലടിക്കുന്നു, അതുപോലെ സാറിന് ഓപ്പൺ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള ഷോട്ട് വലയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആദ്യ പകുതിയിൽ കിട്ടിയ മുൻതൂക്കം സെനഗലും ശരിയായിട്ട് ഉപയോഗപ്പെടുത്തിയില്ല. രണ്ടാം പകുതിയിലോ ഫ്രാൻസ് അങ്ങ് കേരിമേയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏതായാലും മത്സരത്തിൽ ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കിലിയൻ എംബാപ്പെ, ഡെസിയർ ഡു, ഓസ്മാൻ ഡംബലെ, മൈക്കൽ ഒലീസെ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ തന്നെ അണിനിരന്നു. മറുഭാഗത്താവട്ടെ നിക്കോളസ് ജാക്സനും സാദിയോ മാനയും ഇസ്മായിൽ സാറും ചേർന്നുകൊണ്ട് സെനഗലിൻ്റെ മുന്നേറ്റങ്ങളും നയിച്ചു. മത്സരത്തിൽ കളിയുടെ ആദ്യ പകുതി നമ്മൾ പറഞ്ഞല്ലോ, സെനഗലിന് ഒരല്പം മുൻതൂക്കം ഉണ്ടായിരുന്നു, പക്ഷേ അത് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. രണ്ടാം പകുതിയിൽ കളി മാറി, കഥ മാറി. 66-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പെ ഗോളടിച്ചുകൊണ്ട് ഫ്രാൻസിനെ മുന്നിലേക്ക് എത്തിക്കുന്നു. 82-ാമത്തെ മിനിറ്റിൽ ബർക്കോളയുടെ വക ഗോള്, അതൊരു സൂപ്പർ ഗോളായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടറിൽ അദ്ദേഹം വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എത്ര ഫാസ്റ്റായിട്ട് ട്രാൻസിഷൻ നടത്തും ഫ്രാൻസ് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. വെറും 12 സെക്കൻഡ് കൊണ്ടാണ് സ്വന്തം ബോക്സിൽ നിന്ന് സെനഗലിൻ്റെ ബോക്സിലേക്ക് പന്തെത്തിക്കുന്നത്. അവർ 3 പാസുകൾ കൊണ്ട് പന്ത് അവിടെ എത്തുന്നു, പന്ത് വലയിലേക്കും കയറുന്നു. അതൊരു സൂപ്പർ ഗോളായിരുന്നു. പിന്നാലെ കളിയുടെ ഇഞ്ചുറി ടൈമിൽ എംബായയുടെ ഗോൾ പിറക്കുന്നു. സെനഗൽ 2-1 മാറ്റി. പക്ഷെ തൊട്ടു പിന്നാലെ എംബാപ്പയുടെ അടുത്ത ഗോൾ കൂടി വന്നതോടുകൂടെ ഫ്രാൻസ് 3-1 എന്ന കംഫർട്ടബിൾ മാർജിനിലേക്ക് മാറ്റി. മികച്ച പ്രകടനമാണിതിൽ. മൈക്കൽ ഒലീസെ നടത്തിയൊരു അസിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്. അതോടൊപ്പം തന്നെ മനോഹരമായ മികച്ച നീക്കങ്ങൾക്ക് അദ്ദേഹം പങ്കാളിത്തം വഹിച്ചു. ഫൈനൽ തേർഡിലേക്ക് കിടലും പാസുകൾ കൊടുത്തു. അങ്ങനെ ഈ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് ഫിഫ തെരഞ്ഞെടുത്തതാവട്ടെ ഒലീസെയാണ്. എന്തായാലും കിലിയൻ എംബാപ്പെ വേൾഡ് കപ്പിൽ 14 ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫ്രഞ്ച് ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന താരമെന്ന റെക്കോർഡ് ഒലിവർ ഗിറൂദിൽ നിന്ന് അദ്ദേഹം സ്വന്തം പേരിലേക്ക് തിരുത്തി കുറിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.